ഹായ് ഓൾ, വെൽക്കം ടു IC അക്കാഡമി. നമ്മൾ ഈ സെഷനിൽ മോഡേൺ സർവേയിലെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഓൾറെഡി നമ്മൾ EDM എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്രീവിയസ്ലി പല എക്സാംസിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള തിയറീസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വാട്ട് എവർ ദ തിയറി വി ആർ ഡിസ്കസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എല്ലാ പോയിന്റും നോട്ട് ചെയ്തെടുക്കുക. നോക്കിയേ, എന്താണ് ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ളത് നമുക്കറിയാം. വി നോ വാട്ട് ഈസ് ടോട്ടൽ സ്റ്റേഷൻ ഈസ് അല്ലേ? എന്താണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അല്ലേ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് പ്ലസ് എന്താണ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് കമ്പൈൻഡ് വിത്ത് ഏതാണ്? യെസ്, ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. യെസ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് കമ്പൈൻഡ് വിത്ത് EDM ആണ് അല്ലേ? ആൻഡ് ഏത് EDM ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പറഞ്ഞേ? മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഡിസ്റ്റോ മാറ്റ് എന്ന് പറയുന്ന EDM ആണ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൂടുതലും യൂസ് ചെയ്യാറുള്ളത് അല്ലേ? സോ ടോട്ടൽ സ്റ്റേഷൻ ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് പ്ലസ് EDM ആണ്. ആൻഡ് അതിനെ നമ്മൾ റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ എന്നും നമ്മൾ പറയാറുണ്ട്. ക്ലിയർ അല്ലേ? റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ എന്നും പറയാറുണ്ട്. എന്താണ് ടോട്ടൽ സ്റ്റേഷൻ? യെസ്, ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഗിവ്സ് ഓൾ ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്. എല്ലാ ടൈപ്പ് മെഷർമെൻറ്റ് തരും, കിട്ടുന്നല്ല, എല്ലാ ടൈപ്പ് മെഷർമെൻറ്റ് നമുക്ക് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻറ്റ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗുലർ മെഷർമെൻറ്റ് നമുക്ക് അവിടുന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ആൻഡ് ഓൾസോ ഈ ഒരു പോയിന്റ് കൂടെ ഉണ്ടെങ്കിൽ ഓൾ ടൈപ്സ് ഓഫ് കറക്ഷൻസ്, all types of errors and corresponding correction. So correction എന്ന് പറഞ്ഞാൽ പോരെ? all types of corrections can be done automatically or are done automatically by the instrument. Automatically by the instrument itself ആണ്. Clear അല്ലേ? Yes. So it is a robotic, it is also termed as robotic telescope. Okay, and definitely it is a battery operated instrument ആണ്. It is a battery അല്ലേ? ഓപ്പറേറ്റ് ചെയ്യാൻ അതിന് പവറിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എന്താണ്, നമ്മൾ ഫോൺ പോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാപ്ടോപ്പ് പോലെയൊക്കെ തന്നെ അല്ല, അത്രയും അഡ്വാൻസ്ഡ് ആണ്. ലാപ്ടോപ്പിന് അത്ര അഡ്വാൻസ് അല്ല. യെസ്, ഇറ്റ് ഈസ് ലൈക്ക് എ ഫോൺ ആണല്ലേ? എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തോളും. കറക്ഷൻസ് ലൈക്ക് ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് ദ ടെമ്പറേച്ചർ കറക്ഷൻ. ഓക്കെ, ടെമ്പറേച്ചർ കറക്ഷൻ. പിന്നെ ഏതാണ് നമ്മുടെ അറ്റ്മോസ്ഫറിക് പ്രഷർ കറക്ഷൻ. യെസ്, എലിവേഷൻ കറക്ഷൻ, ജിയോഡിറ്റി കറക്ഷൻ, ദെൻ നമുക്ക് എന്ത് പറയാം? ജിയോഡിറ്റി കറക്ഷൻ. എല്ലാം ജിയോഡിറ്റി കറക്ഷൻ മീൻസ് കർവേച്ചർ കറക്ഷൻ അല്ലേ? ഈ പറയുന്ന എല്ലാ കറക്ഷൻസും ആര് ഒറ്റയ്ക്ക് ചെയ്തോളും? യെസ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും ഇൻ ടോട്ടൽ സ്റ്റേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എ ഹൈലി അഡ്വാൻസ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഓൾ കൈൻഡ് ഓഫ് കറക്ഷൻസ് ക്യാൻ ബി ഡൺ ഓട്ടോമാറ്റിക്കലി. ക്ലിയർ അല്ലേ? യെസ്. സോ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ നോക്കിയേ. ഈ തിയറി, ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ ഇറ്റ്സെൽഫ് എന്താണ്? യെസ്, ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ ഇറ്റ്സെൽഫ് എന്ത് തന്നെയാണ്? ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, എന്താ പറഞ്ഞത്? ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് EDM which is also termed as robotic telescope, total station, and it is a battery operated instrument ആണ്. And all types of corrections are automatically cleared. That is corrections like temperature, pressure, elevation, geodetic corrections are automatically corrected. And നമ്മൾ ഈ ടോട്ടൽ സ്റ്റേഷൻ എപ്പോഴാണ് പ്രിഫർ ചെയ്യുന്നത്? We prefer this total station when there is large number of points to be surveyed. Okay, points to be surveyed ആണ് with high accuracy. Clear? നിങ്ങൾക്ക് ഹൈ ആക്യുറസിയോട് കൂടി കുറേ നമ്പേഴ്സ്, ഇഫ് യു വാണ്ട് ടു മെഷർ ഓർ ഇഫ് യു വാണ്ട് ടു സർവേ എന്താണ് ഹൈ ആക്യുറസിയോട് കൂടി കുറേ നമ്പേഴ്സ് മെഷർ ചെയ്യണമെങ്കിൽ വാട്ട് യു ഡു ഈസ് യെസ് വി ഗോ ഫോർ ടോട്ടൽ സ്റ്റേഷൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ കിട്ടുന്ന ബേസിക് മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണ്? ദ ബേസിക് മെഷർമെൻറ്റ്സ് ദാറ്റ് വി ആർ ഒബ്റ്റെയിനിങ് ഫ്രം ദീസ് ടോട്ടൽ സ്റ്റേഷൻസ് ആർ ഏതൊക്കെയാണ് പറഞ്ഞോ? നോക്കിയേ, ജസ്റ്റ് നോക്കിയേ, ഈ ഫിഗറും ശ്രദ്ധിച്ചേ. ലെറ്റ്സ് സേ നമുക്ക് ഇത്തരത്തിലൊരു പ്രൊഫൈൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്തരത്തിൽ നമുക്കൊരു പ്രൊഫൈൽ അവൈലബിൾ ആണ്. ആൻഡ് നോക്കിയേ, EDM-ൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ A എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ എന്തായിരിക്കും? EDM ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. B എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ അവിടെ എന്താ പ്ലേസ് ചെയ്യാൻ പോകുന്നത്? പ്രിസമാണ്. ഓക്കെ, സിമിലർലി ഹിയർ ഓൾസോ നമ്മൾ ടോട്ടൽ സ്റ്റേഷനാണ് നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുക. ഓക്കെ, സോ ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ടോട്ടൽ സ്റ്റേഷൻ. ദിസ് ഈസ് ദ ടോട്ടൽ സ്റ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അറ്റ് ദ പോയിന്റ് A we are having total station. Okay, total station ആണ് വെച്ചിരിക്കുന്നത് ട്രൈപോഡിൽ. ആൻഡ് അറ്റ് ദ പോയിന്റ് ബി നമുക്ക് എന്തുണ്ട്? യെസ്, വി ഹാവ് പ്ലേസ് ദ പ്രിസം ആണ്. ഓക്കെ,
സോ പ്രിസം നമ്മൾ വരയ്ക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണം? ദിസ് ഇസ് നത്തിങ് ബട്ട് പ്രിസം. ദിസ് ഇസ് നത്തിങ് ബട്ട് പ്രിസം ആണ്. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പ്രിസം, നിങ്ങൾ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്താൽ മതി? എയിൽ നല്ലപോലെ സെറ്റപ്പ് ചെയ്ത് പ്രിസത്തിലേക്ക് നിങ്ങൾ സൈറ്റ് ചെയ്താൽ മതി, നിങ്ങൾ എയിം ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് മെഷർമെന്റ്സും എവിടെ കാണിക്കും? നിങ്ങളുടെ ഇൻസ്ട്രുമെന്റിൽ കാണിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സേ ദാറ്റ് ഈസ് എ ലൈൻ ആണ്. ദാറ്റ് ഈസ് എ ലൈൻ ആണ് പോയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ദ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. ഓക്കെ, സോ ദ വെരി ഫസ്റ്റ് റീഡിംഗ് യു വിൽ ഗെറ്റ് SD എന്ന് കൊടുക്കാം അതിന്. ദ വെരി ഫസ്റ്റ് റീഡിംഗ് യു ഗെറ്റ് ഇൻ എ ടോട്ടൽ സെഷൻ ഈസ് ദ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് ഈ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ്റെ നോർത്ത് നമ്മൾ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി മെഷർ ചെയ്തോളും. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ നോർത്ത് ഈ ഒരു θA എന്ന് പറയുന്ന വെർട്ടിക്കൽ ആംഗിളും എന്തും ഒബ്റ്റെയിൻ ചെയ്യും നമുക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിൽ കിട്ടും. ക്ലിയർ അല്ലേ? സോ വാട്ട് ആർ ദ മെഷർമെന്റ്സ് വി ആർ ഗെറ്റിംഗ് ഇൻ എ ടോട്ടൽ സ്റ്റേഷൻ? ഫസ്റ്റ് വൺ ഏതാണ് നമുക്ക് കിട്ടുന്നത്? യെസ്, സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്. ആൻഡ് സെക്കൻഡ് വൺ ഏതാണ്? ഇപ്പോൾ മെഷർ ചെയ്തിരിക്കുന്നത് ഏതാണ്? വെർട്ടിക്കൽ ആംഗിൾ ആണ്. ആൻഡ് ഓൾസോ വി വിൽ ഗെറ്റ് ഏതാണ്? ഓൾസോ വി വിൽ ഗെറ്റ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ക്ലിയർ? സോ ഏതൊക്കെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്? ടോട്ടൽ സെഷനിൽ കിട്ടുന്ന 3 മെഷർമെന്റ്സ് ആണ്. ഓക്കെ, 3 മെഷർമെന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഡയറക്ട്ലി. ഫസ്റ്റ് വൺ ഈസ് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്. നമുക്ക് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് കിട്ടും. ക്ലിയർ അല്ലേ? ഹൊറിസോണ്ടൽ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഇത് ഡയറക്ട്ലി ഡിസ്പ്ലേയിൽ കാണിക്കും. ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ടോട്ടൽ സെഷനിൽ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഓൾ ദീസ് 3 മെഷർമെന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ 3 മെഷർമെന്റ്സ് നിന്ന് നമുക്ക് മറ്റു പല മെഷർമെന്റ്സും നമുക്ക് കണ്ടെത്താൻ പറ്റും. നോക്കിയേ എങ്ങനെയാണ്? ഓക്കെ, സോ ഹൊറിസോണ്ടൽ ആംഗിൾ ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബോർഡിൽ നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ അറ്റ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ക്ലിയർ അല്ലേ? ആംഗിൾ ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ക്ലിയർ ആണോ? യെസ്. നോക്കിയേ, ഈ ഫിഗറിൽ കുറച്ചുകൂടി ഡാറ്റാസ് നമുക്കൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗറിൽ നമുക്ക് പറയാം, ലെറ്റ്സ് സേ ദ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഫ്രം ദിസ് പെർട്ടിക്കുലർ റെഡ്യൂസ് ലെവൽ. ലെറ്റ്സ് സേ നമുക്ക് ഇവിടെ ഒരു റെഡ്യൂസ് ലെവൽ ഉണ്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സേ വി ഹാഡ് എ നോൺ റെഡ്യൂസ് ലെവൽ അറ്റ് ദിസ് പോയിന്റ്. ആൻഡ് ഈ റെഡ്യൂസ് ലെവലിൽ നിന്ന് നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് നമുക്ക് ഒബ്വിയസ്ലി അറിയാൻ പറ്റും അല്ലേ? ലെറ്റ്സ് സേ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് HI ആണ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് നോൺ ടു അസ്. ഇനി ഇപ്പോൾ നമുക്ക് എന്തോ കിട്ടി? നമുക്ക് θA ആംഗിൾ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ സ്ലോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിമിലർലി നമുക്ക് എന്തും അറിയാം. നമുക്ക് ഈ പറയുന്ന പ്രിസത്തിന്റെ ഹൈറ്റ് അറിയാം അല്ലെ? ഫ്രം ദിസ് പോയിന്റ്. തീർച്ചയായും നമ്മൾ വെച്ച പ്രിസം അല്ലേ? സോ ദിസ് ഇസ് നത്തിങ് ബട്ട് പ്രിസം ഹൈറ്റ് ആണ്. ക്ലിയർ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രിസം ഹൈറ്റ്. നമുക്ക് വേണമെങ്കിൽ അതിൽ PH എന്ന് കൊടുക്കാം, വെറുതെ ചുരുക്കി എഴുതുകയാണ്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഈസ്, ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A and B തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D എന്ന് കൊടുക്കാം. പറഞ്ഞോ എന്തായിരിക്കും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A and B? എന്തായിരിക്കും? ഈ പറയുന്നത് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഈ പറയുന്നതാണ് θ എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഈ പറയുന്ന കമ്പൗണ്ട് എന്തായിരിക്കും? യെസ്, ഇതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, സ്ലോപ്പിംഗ് ലൈൻ ആണ് SD എന്ന് പറയുന്നത്, വിച്ച് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് θ വിത്ത് വെർട്ടിക്കൽ ആണ്. അതായത് ഇതെന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ദ കോസ് കമ്പൗണ്ട് ആണ്. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ സൈൻ കമ്പോണന്റ്. അതായത് യു ക്യാൻ ടേക്ക് ദ സൈൻ കമ്പൗണ്ട് ഓഫ് SD. സോ SD സൈൻ θA എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഈസ് ദാറ്റ് ഓക്കെ? യു വിൽ ഗെറ്റ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. നൗ വാട്ട് വി നീഡ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് B. അതായത് ഈ ഒരു ലെവലിന് വരെയുള്ള ഹൈറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് A, ഇസ്ന്റ് ഇറ്റ്? വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് A എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് എന്താ അവൈലബിൾ ആയിട്ടുള്ളത്? യെസ്, വി വിൽ ഗെറ്റ് ദിസ് മച്ച് ഡിസ്റ്റൻസ്. ഈ ഒരു ലെവലിന് ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും ഡിസ്റ്റൻസ്. ഓക്കെ, ലെറ്റ്സ് സേ ദാറ്റ് ഈസ് ക്യാപിറ്റൽ V ആണ്. ക്യാൻ യു സീ ദാറ്റ്? നോക്കിയേ, ഈ ഫിഗറിൽ ഇതാണ് അതിൻ്റെ ഇതാണ് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്. സോ അതിൻ്റെ സൈൻ കമ്പൗണ്ട് എന്തായി മാറും? യെസ്, അപ് ടു ദിസ് പോയിന്റ് സൈൻ കമ്പൗണ്ട് എന്തായി മാറും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് SD സൈൻ θ. ആൻഡ് ഈ ഒരു പോയിന്റിന് ഇഫ് യു ടേക്കിൻ ദ കോസ് കമ്പോണന്റ് ദെൻ V വിൽ ബി ഈക്വൽ എന്തായിരിക്കും? SD cos θ A ആയിരിക്കും അല്ലേ? SD cos θ A ആയിരിക്കും. സോ നമുക്ക് എന്തോ കിട്ടി? വി ഒബ്റ്റെയിൻഡ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A and B. നൗ വാട്ട് വി നീഡ് ഈസ് എയും ബിയും തമ്മിലുള്ള ഈ പറയുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇത്രയും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കിട്ടുമോ? എങ്ങനെ കിട്ടുമോ? യെസ്, ദിസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു അല്ലേ? എന്തായിരിക്കും? V മൈനസ് എന്ത് ചെയ്താൽ മതി? നോക്കിയേ, പ്രിസം ഹൈറ്റ് ചെയ്താൽ പോരെ? V മൈനസ് എന്താണ്? പ്രിസം ഹൈറ്റ് ആണ്. ക്ലിയർ? ഈസ് ആർ ഓക്കെ? ദാറ്റ് ഈസ് ഇൻ ദിസ് ഫിഗർ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് റെഡ്യൂസ് ലെവൽ ഓഫ് A പറഞ്ഞേ. യെസ്, റെഡ്യൂസ് ലെവൽ ഓഫ് A നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. isn't it? Reduce level of A നമുക്ക് കണ്ടുപിടിക്കാം. If you know the reduce level of A, then reduce level of A എന്ത് കുറച്ചാ? എന്ത് കൂട്ടുക? ആദ്യം V കൂട്ടുക, എന്നിട്ട് അതിൽ എന്ത് കൂട്ടുക? പ്രിസം ഹൈറ്റ് കുറയ്ക്കുക. ക്ലിയർ അല്ലേ? ബാക്കി ലെവലിംഗ് ആണ്. റെഡ്യൂസ് ലെവൽ ഓഫ് A എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
വി നിങ്ങൾ ആഡ് ചെയ്യുക, അവിടുന്ന് പ്രിസം ഹൈറ്റ് മൈനസ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദിസ് ഹൈറ്റ്. ഓക്കെ അല്ലേ? സോ എയും ബിയും തമ്മിലുള്ള ഹൊറിസോണൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, എയും ബിയും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ? യെസ്, ദിസ് ഈസ് ദ ബേസിക് മെഷർമെൻറ്റ്. സോ അറിഞ്ഞിരിക്കുക, ദ 3 types ഓഫ് മെഷർമെൻറ്റ് വി ആർ ഹാവിങ് ഇൻ എ ടോട്ടൽ സെഷൻസ് ആർ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്, യെസ്, ഹൊറിസോണ്ടൽ ആംഗിൾ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ ആണ്. ഈ 3 മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ആ 3 മെഷർമെൻറ്റ്സിൽ നിന്നും നമ്മൾ വേറെ എന്തൊക്കെയോ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, വി ആർ ഫൈൻഡിങ് ഔട്ട് മെനി അതർ തിങ്സ്. Is that okay? Yes? Wait, എവിടെ പോയി? ഇതാണ് ടോട്ടൽ സെഷനിലെ പരിപാടി. ക്ലിയർ? This is a പരിപാടി that we are doing in total session. Is that okay? Yes? Yes. Wait a second. Clear അല്ലേ? ആ ഫിഗർ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫിഗർ. ക്ലിയർ അല്ലേ? യെസ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ. സോ ടോട്ടൽ സെഷനിൽ ഏതൊക്കെയാണോ മെയിൻ ഏതൊക്കെയാണ്? സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഹൈറ്റ്, സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ആംഗിൾ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ ആണ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈസ് ടൈപ്സ് ഓഫ് റിഫ്ലക്ടേഴ്സ് യൂസ്ഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈസ് ടൈപ്സ് ഓഫ് റിഫ്ലക്ടേഴ്സ്. നോക്കിയേ, നമ്മൾ സാധാരണ യൂസ് ചെയ്യാൻ പോകുന്ന റിഫ്ലക്ടർ ഇറ്റ് ഷുഡ് ബി എ റെട്രോ റിഫ്ലക്ടർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ റെട്രോ റിഫ്ലക്ടേഴ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നോക്കിയേ, നിങ്ങൾ സാധാരണ ഒരു സിംഗിൾ പ്ലെയിൻ റിഫ്ലക്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? നോക്കിയേ, ഈ യുവർ ഇൻസിഡൻറ്റ് ലൈറ്റ് അല്ലേ, നമ്മൾ എന്താ ചെയ്യുന്നത്? EDM അല്ലടോ, EDM ഉണ്ട് അല്ലേ, നമുക്ക് ആംഗിൾ മെഷർ ചെയ്യണം. അതായത് നമ്മൾ സർട്ടൻ ലൈറ്റ് വേവ്സുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ഫ്രം ദ ടോട്ടൽ സ്റ്റേഷൻ. അത് നമ്മുടെ പ്രിസത്തിൽ വന്ന്, അല്ലേ, ഇതാണ് പ്രിസമാണ് വരച്ചിരിക്കുന്നത് അല്ലെ? പ്രിസം എന്ന് വെച്ചാൽ റിഫ്ലക്റ്റിംഗ് ഡിവൈസ് അല്ലേ? സോ ലൈറ്റ് വന്ന് ഇൻസൈഡ് നിന്നു അല്ലെ, ഇൻസിഡൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദ സെയിം പാത്ത് അല്ലെ? ഏത് ഡയറക്ഷനാണോ ലൈറ്റ് വന്ന് ഇൻസിഡൻസ് ഉണ്ടായത് അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. നോക്കിയേ, ഇവിടെ പ്രശ്നം എന്താണ്? ഇത് ഒരു ഓർഡിനറി റിഫ്ലക്ടർ ആണെങ്കിൽ പ്രശ്നം ഇതാണ്, ഇഫ് നിങ്ങളുടെ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈ ഒരു ആംഗിളിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? മറ്റേതോ സൈഡിലേക്കായിരിക്കും, മറ്റേതോ സ്ഥലത്തായിരിക്കും. നോക്കിയേ, നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ഇവിടെയായിരുന്നു, ആ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്ത ലൈറ്റ് യെസ് നമ്മുടെ ഒബ്ജക്റ്റിൽ വന്ന് പ്രിസത്തിൽ വന്ന് ഹിറ്റ് ചെയ്തു. എന്നിട്ട് അത് തിരിച്ച് എങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്? ഇൻസ്ട്രുമെൻറ്റിലേക്ക് പോയാലല്ലേ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻസ്ട്രുമെൻറ്റിൽ വന്നിട്ടുള്ള ലൈറ്റ് യെസ് പ്രിസത്തിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിഫ്ലക്ട് ചെയ്യുന്നത് വേറെ എങ്ങോട്ടോ ആണ്. സോ ഇൻസ്ട്രുമെൻറ്റിൽ റീഡിംഗ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് പ്രിസം വിച്ച് ഈസ് വെരി ഓർഡിനറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെ 90 ഡിഗ്രി പ്രിസംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ യൂസിങ് റെട്രോ റിഫ്ലക്ടേഴ്സ് ആണ്. എന്താ സംഭവം? നോക്കിയേ, ഇത്തരത്തിലുള്ള ക്രോസ് സെക്ഷൻ കറക്റ്റ് വരച്ച് കഴിഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് ഫിഗർ വരയ്ക്കുന്നത്. ഓക്കെ, വി വിൽ ഷോ യു ദ ഒറിജിനൽ ഫിഗർ. ഇവിടെ നോക്കിയേ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നോർമൽ ഇഷ്യൂ ആണ് അല്ലേ? ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിങ്ങളെ ലൈൻ ഓഫ് സൈഡ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വേവ്സ് വരുന്നെങ്കിൽ നമുക്ക് എന്താണ് ഈസിയാണ് കാര്യങ്ങൾ. നമുക്കിവിടെ ഒന്ന് ഇൻക്ലൈൻഡ് ലൈൻസ് നോക്കാം. നോക്കിയേ, നൗ ഫ്രം ദ ഇൻസ്ട്രുമെൻറ്റ് ലൈൻ ഈസ് കമ്മിങ് അറ്റ് എൻ ഇൻക്ലിനേഷൻ. സോ ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് അത് ഇവിടെ ഹിറ്റ് ചെയ്യും. ദെൻ ഇറ്റ് വിൽ ഹിറ്റ് ബാക്ക് ഇൻ ദ സെയിം ഡയറക്ഷൻ. നോക്കി, ഇത്ര ഗ്യാപ്പ് ഉണ്ടാവില്ല, വളരെ ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ കാണിച്ചല്ലേ പറ്റൂ. ദിസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് 2 ലൈറ്റ് റേസ്, ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്ഷൻ റേ തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് വളരെ കുറവായിരിക്കും. ക്ലിയർ അല്ലേ? അത് വളരെ കുറവായിരിക്കും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കി വരച്ചെന്നുള്ളൂ. ക്ലിയർ? സോ ഇപ്പം എന്താ സംഭവിക്കുന്നത്? നിങ്ങളെ ഇൻസ്ട്രുമെൻറ്റ് എവിടെയാണോ അവിടേക്ക് തന്നെ നിങ്ങളെ റിഫ്ലക്റ്റിംഗ് വേവ്സും ലൈറ്റ്സും എത്തപ്പെടും. സോ ഇത്തരത്തിലുള്ള റിഫ്ലക്ടേഴ്സിനെയാണ് നമ്മൾ റെട്രോ റിഫ്ലക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നോക്കട്ടെ, നമുക്കെടുത്ത് ഫിഗർ ഉണ്ട്. ഓക്കെ, വി ആർ ഹാവിംഗ് ഫിഗർ ഓഫ് റിഫ്ലക്ടേഴ്സ്. ലെറ്റ് മി ചെക്ക്. യെസ്, ഇത്തരത്തിലുള്ള റിഫ്ലക്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ റിഫ്ലക്ടറിലെ അറേഞ്ച്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് റിഫ്ലക്ടേഴ്സ് ഓർ പ്രിസം ഇറ്റ് ഈസ് സച്ച് എ വേ ദാറ്റ് ഓക്കെ, ഇത് നമുക്ക് ഇത് ഈസ് ഹെക്സഗണലി ഡിവൈഡഡ് എന്താണ്? പ്രിസമാണ്. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ റെട്രോ റിഫ്ലക്ടർ സെറ്റപ്പ് ഉള്ള പ്രിസം മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ? യെസ്, ടോട്ടൽ സെഷനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ഇനി 1-2 അഡീഷണൽ പോയിന്റ് പറയാം. ദാറ്റ് ഈസ് ദ ആക്യുറസി ഇൻ ദ ലീനിയർ മെഷർമെൻറ്റ് ഓഫ് ടോട്ടൽ സെഷൻ. ആക്യുറസിയാണ് പറയുന്നത് ഓഫ് ടോട്ടൽ സെഷൻ. ഫസ്റ്റ് വൺ ഇൻ ലീനിയർ മെഷർമെൻറ്റ് എത്രയാണ് വരുന്നത്? ലീനിയർ മെഷർമെൻറ്റിൽ ഉണ്ടാവുന്ന ആക്യുറസി അല്ലെങ്കിൽ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാം? നോക്കിയേ, ഇറ്റ് ഈസ് അപ് ടു എത്രയാണ്? 0.1 mm to 1 mm. അത്രയും
ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. സിമിലർലി ഇൻ ദ ആംഗുലാർ മെഷർമെന്റ് ഓൾസോ, in the angular measurements also we can have an accuracy of 0.1 second to 0.1 second to 1 second എന്ന് പറയുന്ന അപാരമായ ആക്യുറസി അല്ലേ. 1 second ആക്യുറസിയിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഓക്കെ അല്ലേ? യെസ്. സോ ദിസ് മച്ച് ആക്യുറസി ഈസ് പോസിബിൾ യൂസിങ് എ ടോട്ടൽ സ്റ്റേഷൻ. ആൻഡ് ഒരു പോയിന്റ് നോട്ടാക്കി എഴുതുകയാണ്. ഏതാണ് പോയിന്റ്? നമുക്കറിയാം ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് എന്താ നമുക്കറിയാം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ അല്ലേ. സോ എന്താണ്? വി ആർ യൂസിങ് optical or a laser plummet for centering of the instrument അല്ലെ, for centering of the total station, for centering of total station. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് അല്ലെങ്കിൽ ലേസർ പ്ലമ്മറ്റ് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഡിവൈസ് ആണ് അല്ലേ. അഡ്വാൻസ് ഇൻസ്ട്രുമെന്റിലുള്ള സെൻറ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ ആ കമ്പോണൻ്റ് ആണ് ഇത്. യെസ്, നമ്മുടെ ലേസർ അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ പ്ലമ്മറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ മറ്റുള്ള 1-2 ജനറൽ പോയിന്റ് കൂടി പറയാണ്. എന്തിനാണോ ഈ ജനറൽ പോയിന്റുകൾ പറയുന്നത്? ഇതൊക്കെ പ്രീവിയസ്ലി ഏതൊക്കെയോ എക്സാമിന് വന്ന പോയിന്റുകളാണ്. ക്ലിയർ അല്ലേ? അത് നമ്മളിവിടെ തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ബിക്കോസ് ദർ ഈസ് എ ചാൻസ് ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ മേ റിപ്പീറ്റ്. ക്ലിയർ ആണോ? യെസ്. ഇനി എഴുതിയേ ദ models of standard ടോട്ടൽ സ്റ്റേഷൻസ് യൂസ്ഡ്. അത് അതിൻ്റെ ബ്രാൻഡുകൾ നമുക്കറിയണം. ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഒരു എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇഫ് യു ലിസ്റ്റ് ഓൾ ദീസ് ബ്രാൻഡ്, നോക്കി ഏതൊക്കെയാണ് ബ്രാൻഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. യെസ്, ഇതൊക്കെയാണ് പേരാണ്, ബ്രാൻഡിൻ്റെ പേരാണ്. SOKKIA, സോക്കിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പെൻടാക്സ് ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്ത് കാണാറുള്ളത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ സൈറ്റിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഇറ്റ് ഈസ് ഓഫ് ഏതാണ്, പെൻടാക്സ് ആണ് കൂടുതലും കാണാറുള്ളത്. Then there is a Tipcon ബ്രാൻഡുകളുടെ പേരാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് there is a Nikon ബ്രാൻഡ് എല്ലാവരും കേട്ട് കാണും. ഓക്കെ, അതേപോലുള്ള മറ്റു ബ്രാൻഡുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ജനറൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോഡൽസ് അല്ലെങ്കിൽ ബ്രാൻഡ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ ആൻഡ് പ്രിസം യൂസ് എന്നാണ്. ഇവിടെ ഒരു പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ എന്തുണ്ടാവും, പ്രിസം ഉണ്ടാവും. ഒരു ഇൻസ്ട്രുമെൻ്റ് വരുമ്പോൾ അതിൻ്റേതായ എന്തുണ്ടാവും, പ്രിസം ഉണ്ടാവും. നമ്മൾ ത്രൂ ഔട്ട് ഒരു ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതേ പ്രിസം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇടയ്ക്ക് വെച്ച് വേറെ പ്രിസം യൂസ് ചെയ്യരുത്. അതായത് നിങ്ങൾ നോക്കിയ ലെവലിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവലിംഗ് സ്റ്റാഫ് എടുക്കാം അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ലാബിലെ ലെവലിംഗ് സ്റ്റാഫ് എടുക്കാം, മറ്റുള്ള ഏതെങ്കിലും കോളേജിലെ ലെവലിംഗ് സ്റ്റാഫ് എടുക്കാം. ബ്രാൻഡ് ഒന്നും ഒരു വിഷയ കേസല്ല അല്ലേ, കാരണം എല്ലാത്തിലും റീഡിങ്ങും കാര്യങ്ങളും പ്രോപ്പർട്ടീസും ഒക്കെ സെയിം ആയിരിക്കും. ബട്ട് റിഫ്ലക്റ്റിംഗ് പ്രിസം അത് വേറെ ആണെങ്കിൽ, ഇഫ് യു ആർ മിക്സിങ് മോർ ദാൻ 1 പ്രിസം ഇൻ ദ സെയിം പ്രോജക്ട്, ദെൻ നിങ്ങളുടെ ആക്യുറസിയും അല്ലെങ്കിൽ എറർ വരാനുള്ള ചാൻസസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ നോട്ടാക്കി എഴുതാണ് പോയിന്റ്. നെവർ മിക്സ് യെസ് ടൈപ്പ് ആൻഡ് ബ്രാൻഡ്സ് ഓഫ് ദ പ്രിസം, type and brand of prism, brands of prism on the same project, prism on the same project. Clear? On the same project ൽ നിങ്ങൾ എങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. നെവർ മിക്സ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ക്ലിയർ? ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടുള്ളതല്ല. ഈസ് ആർ ഓക്കെ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റിലേക്ക് കിടക്കാം. യെസ്. സോ നമ്മൾ പറഞ്ഞ പോലെ നെക്സ്റ്റ് പോയിന്റ് ഡിസ്കഷൻ ഈസ് പാർട്സ് ഓഫ്. നോക്കിയേ, ഈ പറയുന്ന തിയോറിലായിട്ടുള്ള എല്ലാ മെഷർമെൻറ്റ്സും ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്, ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ചെയ്യപ്പെടും, ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്യപ്പെടും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നിങ്ങളെ ആ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് സൈറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ LCD പാനലിലെ മെഷർ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മെഷർ എവറിത്തിങ്. ഇറ്റ് വിൽ ഗിവ് യു ദ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്, ഇറ്റ് വിൽ ഗിവ് യു ദ ഹൊറിസോണൽ ആംഗിൾ, ഇറ്റ് വിൽ ഗിവ് യു ദ വെർട്ടിക്കൽ ആംഗിൾ ഓൾസോ. ക്ലിയർ? സോ നോക്കിയേ, പാർട്സ് ഓഫ് എന്താണ്, ടോട്ടൽ സ്റ്റേഷൻ ആണ്. ഫസ്റ്റ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് നമുക്കറിയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആംഗുലാർ മെഷർമെന്റ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ആൻ ആക്യുറസി ഓഫ് 2 to 6 seconds ആണ് അല്ലേ. ആൻഡ് മിനിമം ആക്യുറസി നമ്മളത്തെ 0.1 to 1 seconds ആണ്. ക്ലിയർ? ദെൻ ദർ ഈസ് ഇൻ EDM. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്റ്റൻസ് മെഷർമെന്റ്, ഹാവിംഗ് ആൻ ആക്യുറസി ഓഫ് 5 to 10 mm per kilometer. ഇറ്റ് ഈസ് ഹാവിംഗ് എ റേഞ്ച് ഓഫ് 2.8 to 4.2 kilometer ആണ് അല്ലെ. ഡിസ്റ്റോമാറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ് ടു എത്രയാണ്, 3 kilometer. ക്ലിയർ അല്ലേ? സോ ഡിസ്റ്റോമാറ്റാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, യെസ്, ടോട്ടൽ സ്റ്റേഷനിൽ EDM ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. ആൻഡ് ബേസിക് മെഷർമെന്റ്സ് ഏതൊക്കെയാണ്, സ്ലോപ്പിംഗ് ഹൊറിസോണൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ വിച്ച് ഇസ് ഓൾസോ ടേംഡ് ആസ് വെർട്ടിക്കൽ മീൻസ് ജെനിത്ത്, ആൻഡ് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്. ക്ലിയർ? യെസ്. ആൻഡ് കമ്പോണൻസ് ഓഫ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്,
yes, there is a microprocessor which is doing all the calculations. That is data processing ന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ റെക്കോർഡിംഗ്, റീഡിംഗ് ആൻഡ് ഫണ്ടമെന്റൽ കാൽക്കുലേഷൻ ഓഫ് മെഷർമെന്റ് ചെയ്യുന്ന ഏതാണ്? ഇൻ ദ മൈക്രോ പ്രോസസർ ആണ്. ഓക്കെ, വിച്ച് ഈസ് നത്തിങ് ബട്ട് എൻ ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. എന്താണ് മൈക്രോ പ്രോസസർ? വെയിറ്റ്, മൈക്രോ പ്രോസസർ ഈസ് നത്തിങ് ബട്ട് എൻ ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. It is nothing but an electronic theodolite used for data storage and calculations, which is having a storage capacity of എത്രയാണ്? ഇത് ചോദ്യമാണ്. 2000 to 4000 പോയിന്റ്സ് ആണ്. പോയിന്റ്സ് എന്ന രീതിയിലാണ് പറയുക, GB, MB, KB കണക്കിലല്ല. ഓക്കെ, എങ്ങനെയാണ്? 2000 to 4000 പോയിന്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക് നോട്ട്ബുക്കിനെയാണ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പ്രോസസിങ് ദ ഡാറ്റ. അതിനാണ് നമ്മൾ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. അതായത് ബ്രെയിൻ ഓഫ് ദ ടോട്ടൽ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? മൈക്രോ പ്രോസസർ ആണ്. ആ ടേം ഓർത്തിരിക്കുക, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ ഈസ്, നിങ്ങൾ നോക്കിയേ, ഏകദേശം അല്ല, കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ സ്റ്റേഷൻ്റെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ, യെസ്, വി വിൽ ബി ഹാവിങ് എൻ LCD ഡിസ്പ്ലേ. ഓക്കെ, ഇതാണ് അതിൻ്റെ പാനൽ എന്ന് പറയുന്നത്. വി ആർ ഹാവിങ് എൻ LCD ഡിസ്പ്ലേ ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കീസ് കാണാം ഇവിടെ അല്ലേ, ഒരുപാട് ഇൻപുട്ട് ആൻഡ് നമുക്ക് എന്താണ്, യെസ്, എല്ലാ കൺട്രോളിങ്ങും ഉള്ള കീപാഡ് നമുക്ക് കാണാം ഇവിടെ പാനൽ. ഓക്കെ, യെസ്, കുറച്ച് പാർട്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഫ്യൂ പാർട്സ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ടേംഡ് ആസ് ദ ലെവലിംഗ് സ്ക്രൂ, നമുക്കറിയാം. ആൻഡ് ഈ പോയിന്റ് ആണ് ദിസ് ഈസ് എ തിങ് ദാറ്റ് ഈസ് പ്ലമ്മട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമുക്കറിയാം സെൻറ്ററിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോർഷനാണ് പ്ലമ്മട്ട്. ഓക്കെ, ആൻഡ് ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് സീരിയൽ നമ്പറും ബ്രാൻഡുകളും ഒക്കെ കാണാൻ പറ്റും. എന്തിനാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്? നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ഈ ഒരു ഫിഗർ തരും, ഈ ഒരു ഫിഗറിൽ അവർ X എന്ന് മാർക്ക് ചെയ്യും. ഈ ഒരു പോയിന്റിൽ ഫിഗർ തന്നിട്ട് ആ ഒരു പോയിന്റിനെ X എന്ന് മാർക്ക് ചെയ്യും. എന്താണോ? ആൻഡ് ദേ വിൽ ബി ആസ്കിങ് വാട്ട് ഈസ് എക്സ്. നോക്കിയേ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് മറ്റേതോ എക്സാമിലെ. സോ ഏതോ പാർട്ടിൽ അവരെന്ത് കാണിക്കും? വരച്ച് കാണിക്കും. സോ ജനറലി കൂടുതലായിട്ടും ചോദിച്ചു വരുന്ന കുറച്ച് പാർട്സ് ഉണ്ട്. ഓക്കെ, അത് അറിഞ്ഞിരുന്നാൽ മതി നമുക്ക്. ദെൻ ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് മാർക്കർ. ഓക്കെ, ദിസ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് മാർക്കർ. ദെൻ ഒബ്വിയസ്ലി ദർ ഈസ് എ ഫോക്കസിംഗ് നോബ്, ദർ ഈസ് എൻ ഐ പീസ്, ദിസ് ഇസ് എ LCD ഡിസ്പ്ലേ ആൻഡ് ദിസ് ഇസ് എ കൺട്രോൾ പാനൽ. ക്ലിയർ? യെസ്, വി ആർ ഹാവിങ് ഇതാണ് നമ്മുടെ ലേസർ ബീം. ഓക്കെ, ലേസർ ബീം ആണ് ഫോർ റഫർ ബൈസെക്ഷൻ. ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്സ്. ഡിസ്പ്ലേ ആണ്. നോക്കിയാൽ ഡിസ്പ്ലേ എന്താണ്? യെസ്, നമ്മൾ പറഞ്ഞു ഇറ്റ് ഷോസ് വേരിയസ് ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജസ്. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, ഇറ്റ് ഷോസ് വേരിയസ് ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജസ്. And it is a 4-line 20 character line type display ആണ് അല്ലേ. നോക്കിയേ, ഇപ്പോഴാണ് സ്മാർട്ട് ഫോൺ ഒക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ്, വാട്സാപ്പിലൊക്കെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അല്ലേ ലെറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പണ്ട് നമ്മളൊരു SMS നോക്കുകയാണെങ്കിൽ അല്ലേ, SMS നോക്കുകയാണെങ്കിൽ 144 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ലെറ്റേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എത്രയാണ്? 20 ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന 4-line ഡിസ്പ്ലേ ആണ് അല്ലേ. 4-line ഡിസ്പ്ലേ ആണ്, ഹാവിങ് 20 characters. Okay, you can see here this is the LCD display and all control panels. Clear? All control panels, പല തരത്തിലുള്ള സ്വിച്ചുകളുണ്ട് നമുക്ക്. യെസ്, ബേസിക്കലി ചെറിയ രീതിയിൽ ഒരു സ്മാർട്ട് ഫോൺ പോലെ തന്നെയാണ്, ഒരു തരത്തിൽ ലാപ്ടോപ്പ് പോലെ തന്നെയാണ്, അത്ര അഡ്വാൻസ് അല്ലെന്നുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് നോക്കിയാൽ, ലുക്ക് അറ്റ് ദ സെക്കൻഡ് പാർട്ട്. ഓക്കെ, മൈക്രോ പ്രോസസറൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് നോക്കിയാൽ, ദിസ് ഈസ് ദ കൊളിമേറ്റർ. നോക്കിയേ, ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ യു ക്യാൻ സീ ഹിയർ ഇൻ ദിസ് ഇമേജ്. ഇവിടെ കറക്റ്റായിട്ട് കാണാം ദിസ് തിങ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, കൊളിമേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെന്റ്. ഇറ്റ് എമിറ്റ്സ് ലേസർ ബീംസ് ആണ്. അതുകൊണ്ട് എന്താ ഗുണം? വിച്ച് കൊളൈഡ് വിത്ത് ദ ടാർഗറ്റ് ആൻഡ് കളക്ട് ഇമ്പോർട്ടൻ്റ് ഡാറ്റയാണ്. ക്ലിയർ അല്ലേ? സോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് ആരാ എമിറ്റ് ചെയ്യുന്നത്? കൊളിമേറ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് സൈറ്റ് ചെയ്യേണ്ട പോയിന്റിനെ കറക്റ്റ് ബൈസെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടുന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈറ്റ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതൊക്കെ എവിടെ നിന്നാണ്? കൊളിമേറ്റർ ആണ്. ഓക്കെ, അതിൻ്റെ പൊസിഷൻ അറിഞ്ഞിരിക്കുക. കൊളിമേറ്റർ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന പാർട്സ് ആണ്. അതായത് ഫിഗർ തന്നിട്ട് അവരെന്ത് പറയും? യെസ്, ഈ ഒരു പാർട്ടിന് നേരെ അവർ X എന്ന് മാർക്ക് ചെയ്യും. ദേ വിൽ ബി ആസ്കിങ് വാട്ട് ഈസ് X. കൊളിമേറ്റർ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു പാർട്ടാണ്. പ്ലമ്മട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു പാർട്ടാണ്. ക്ലിയർ അല്ലേ? അങ്ങനെ 1-2 പാർട്ടുകളുണ്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്, നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് എ കൊളിമേറ്റർ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. Then there is an operation panel. നമ്മൾ കണ്ടു ഓപ്പറേഷൻ പാനൽ, നമ്മൾ കണ്ടു അല്ലേ? ഓപ്പറേഷൻ പാനൽ കണ്ടില്ലേ? ദിസ് ഈസ് ദ ഓപ്പറേഷണൽ പാനൽ. വെയിറ്റ്, ദിസ് ഈസ് ദ ഓപ്പറേഷണൽ പാനൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, യെസ്. സോ എന്താണ്? ഇറ്റ് ഈസ് ഇൻസ്റ്റാൾ അഡ്ജസൻറ്റ് ടു ദ ഡിസ്പ്ലേ ടു എന്താണ് കംപ്ലീറ്റ് വേരിയസ് ഫങ്ഷൻസ്. ദെൻ ദർ ഈസ് എൻ ഒബ്ജക്റ്റീവ് ലെൻസ്. യു ക്യാൻ സീ ഹിയർ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ്.
used to set rays being emitted from the collimator of the total station and view the target of the T lens in the ഉദ്ദേശം നമുക്കറിയാം. Then there is a data out connector. There is a data out connector. Can you see that? If you imagine the view, if you zoom the view, yes, ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് എന്ന് പറയുന്നത്. അതിനെ തൊട്ട് ഇവിടെ ആയിട്ട് യു ആർ ഹാവിങ് സം അറേഞ്ച്മെന്റ്. ഓക്കെ, ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനാണ് നമ്മൾ ഡാറ്റ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അല്ലേ, എടാ നമ്മൾ ഫോണിലെ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെ എടുക്കുന്നത്, ലാപ്പിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓക്കെ, ഫോണിൽ നമ്മൾ ഡാറ്റ കണക്ടർ കുത്തിരല്ലേ? യെസ്, അതേപോലെ തന്നെ നമ്മുടെ ടോട്ടൽ സ്റ്റേഷനിലേക്ക് കളക്ട് ചെയ്യപ്പെട്ട ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ത്രൂ ദീസ് ഡാറ്റ ഔട്ട്ലെറ്റ്. ക്ലിയർ? യെസ്, ഡാറ്റ ഔട്ട് കണക്ടർ. സോ എന്താണത്? ഇറ്റ് ഈസ് യൂസ് ടു റിസീവ് ദ ഡാറ്റ കളക്ടഡ് ബൈ ദ ടോട്ടൽ സ്റ്റേഷൻ. ഇറ്റ് ഈസ് എ പോർട്ട് ലൈക്ക് സ്ട്രക്ചർ. അല്ലേ, ഇപ്പം മിക്കവാറും ഫോണിൻ്റെ ചാർജസ് ഒക്കെ സി പോർട്ടാണ്. പണ്ട് യൂണിവേഴ്സൽ പോർട്ടായിരുന്നു. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ പോർട്ടാണ് ടോട്ടൽ സ്റ്റേഷനിൽ യൂസ് ചെയ്യാറുള്ളത്. ക്ലിയർ? ദെൻ ദർ ഈസ് എൻ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ്. ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് കാണാം. യെസ്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ഇസ് ദിസ് ഹെൽപ്ഫുൾ ഇൻ റെക്കോർഡിംഗ് ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ദ സർവേ. ഓക്കെ, യെസ്, എന്താണ് ആക്ച്വലി എന്താണ്? സെൻറ്ററിങ് ആണ്. അല്ലേ, സെൻറ്ററിങ് ആണ്. ആക്യുറസി വേണമെങ്കിൽ നിങ്ങളെ ഇൻസ്ട്രുമെൻറ്റ് പ്രോപ്പർലി സെൻറ്റർ ആയിരിക്കണം. ദെൻ ദർ ഇസ് എ ലെവലിംഗ് സ്ക്രൂ. യെസ്, നമുക്കറിയാം എന്താണ് ലെവലിംഗ് സ്ക്രൂ എന്നുള്ളത്. ക്ലിയർ അല്ലേ? യെസ്, ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ആക്സസറീസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണോ? നോക്കി, ഇതാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ കാണുന്നത്. ഓക്കെ, യു ക്യാൻ സീ ദ ഇമേജ് ഹിയർ. ഓക്കെ, യു ക്യാൻ സീ ദ പ്രോപ്പർ അല്ലേ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് കണ്ടോ? ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ഉണ്ടോ? കറക്റ്റ്? ക്ലിയർ അല്ലേ? യെസ്, വി ആർ ഹാവിങ് എ കൊളിമേറ്റർ ഹിയർ. ദിസ് ഇസ് ദ ലെൻസ്. യെസ്, നോക്കിയേ, ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. ഇറ്റ് ഈസ് എ ട്രയാങ്കുലേഷൻ ആക്സസറി യൂസ് ടു മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ഹാവിങ് എൻ ഓൺ ബോർഡ് മൈക്രോ പ്രോസസർ വിച്ച് ഇസ് എൻ ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. Clear? It is used for complete various. It is used to complete various tasks efficiently and accurately. Then we are having a data collector. Okay, നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഡാറ്റാസും നമ്മൾ കളക്ട് ചെയ്യണം. It keeping data records. Okay, used to feed important input for accurate measurement of during the survey. Then ഈ പറയുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർലി സ്റ്റോർ ചെയ്യണം. Then we are having a data storage. And the very famous, പിന്നെ നമുക്ക് എന്താണ് ആക്സസറിയിൽ അടുത്ത പറയേണ്ടത്? Yes, we are having a prism. We are having a prism. Wait, prism നമ്മൾ നേരത്തെ zoom ചെയ്ത് വെച്ചാണ് അല്ലേ? Yes, prism എന്താണ്? Used in survey and it is a 3-dimensional monitoring system to measure height and change in position of a point located at altitudes. It has a black background ആണ്. Okay, it has a black background ആണ്. And എത്തരത്തിലുള്ള പ്രിസം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? റെട്രോ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഉള്ള പ്രിസംസ് ആണ് നമ്മളെപ്പോഴും യൂസ് ചെയ്ത് കാണേണ്ടത്. ക്ലിയർ അല്ലേ? Then there is a charger and adapter. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു there is a charger and adapter. Why? Because അല്ലേ, സ്മാർട്ട് ഫോൺ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഇത് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. ക്ലിയർ അല്ലേ? യെസ്, ഈസ് ആർ ഓക്കെ? ദെൻ ഒബ്വിയസ്ലി ദർ വിൽ ബി എ ട്രൈപോഡ്. യെസ്, നോക്കിയാൽ ടോട്ടൽ സ്റ്റേഷൻ സെറ്റിംഗിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദിസ് ഈസ് എല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. Okay, there is a centering process, there is a leveling process and there is a leveling on the screen. Okay അല്ലേ? leveling on the screen ആണ്. So there is a centering. നമ്മൾ നോർമലായിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യും. അതായത് ഫുൾ സ്ക്രൂ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ ട്രൈപോഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫുൾ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളതായ രീതിയിൽ ഒന്ന് ലെവൽ ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? അത്യാവശ്യം ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇതിൽ ഓട്ടോ ലെവൽ എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി ലെവൽ ആയിക്കോളും വളരെ ആക്യുറേറ്റ് ആയിട്ട്. ക്ലിയർ അല്ലേ? യെസ്, ഇത് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേർ ഈസ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ടോട്ടൽ സ്റ്റേഷൻ? വേർ ഈസ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ടോട്ടൽ സ്റ്റേഷൻ? യെസ്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇൻ എ ടോട്ടൽ സ്റ്റേഷൻ ഇറ്റ് ഈസ് ഓപ്പൺ പെൻ ഡ്രൈവ് ആണോ? ഡാറ്റ കാർഡ് ആണോ? മൈക്രോ പ്രോസസർ ഈസ് ദ ബെസ്റ്റ് ആൻസർ. ക്ലിയർ? യെസ്. നെക്സ്റ്റ് നോക്കിയാൽ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഐ എം നോട്ട് ഷുവർ ബട്ട് ദിസ് ഇസ് എ മാക്സിമം സൂം. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് അവിടെ ഇവർ എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ദിസ് പാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ടേംഡ് ആസ്? യെസ്, തീർച്ചയായിട്ടും ഏതാണ്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ് എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അതിനെന്താണ് നമ്മൾ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ? ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് അനദർ ക്വസ്റ്റ്യൻ ഹിയർ, യെസ്, ദാറ്റ് ഈസ് എ മാക്സിമം സൂം. ഐ ഗസ് ഇതാണ് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, ഇപ്പോൾ എവിടേക്കാണ് മാർക്ക് വന്നിരിക്കുന്നത്? നോക്കിയേ, ഇവിടേക്കാണ് മാർക്ക് വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് എക്സ്. ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് തിങ്? എന്താണ് ആ സാധനം? വാട്ട് ഈസ് ദാറ്റ് തിങ്? തീർച്ചയായിട്ടും യു ക്യാൻ സീ ദ ഓപ്ഷൻ ഓൾസോ. ഒബ്ജക്റ്റീവ് ലെൻസ്, കോളിമേറ്റർ, ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ്. തീർച്ചയായിട്ടും കൺഫ്യൂസിങ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. കുറച്ച് കാര്യങ്ങളാണ് സ്ഥിരമായിട്ടും ചോദിക്കുന്നത്. നോക്കിയേ, ഇവിടെ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റും കോളിമേറ്ററാണ് കൂടുതലും ചോദിക്കാറുള്ളത് അല്ലേ? ഇതിൻ്റെ സാധനം എന്താണോ? യെസ്, നൗ ദ എക്സ് മാർക്ക് ഈസ് ഓവർ ഹിയർ. Now the mark X is over here. Clear?
സോ എന്താണ് ഐറ്റം നോക്കിയേ, ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ വന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഏതൊരു എക്സാമിലെ. ഓക്കെ, വാട്ട് ഈസ് എ മാർക്ക് ആസ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കൊളിമീറ്റർ. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ആൻഡ് ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടു. എന്താണ്? നമ്മുടെ ഡിസ്പ്ലേ വിൽ നോട്ട് ബി ഏബിൾ ടു വർക്ക് പ്രോപ്പർലി. യെസ്. ഇൻ വിച്ച് കണ്ടീഷൻ ദ LCD സ്ക്രീൻ ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ PSCയിലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അണ്ടർ ദ കോൾഡ് കണ്ടീഷൻ. യെസ്, ഹോട്ടോ വിൻഡോ വാമോ അല്ല. ഇഫ് ദ ഡിസ്പ്ലേ ഗെറ്റ്സ് ഓർ ദ അറ്റ്മോസ്ഫിയർ എന്താണ്, നമ്മളൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പോയിന്റിലാണ്, അണ്ടർ വെരി കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ എന്താവില്ല, പ്രോപ്പർലി വർക്ക് ചെയ്തതായി കാണാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഈ സാർ ഓക്കെ. ആൻഡ് ഡിസ്പ്ലേ പറഞ്ഞപ്പോഴാണ് ഒരു പോയിന്റ് കൂടി ഓർമ്മ വന്നത്. സിൻസ് ദ ഡിസ്പ്ലേ ഈസ് എൻ EMD സിസ്റ്റമാണ്. EMD സിസ്റ്റമാണ്. എന്താണ് EMD എന്ന് പറഞ്ഞാൽ? ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാവോ? EMD മീൻസ് യെസ്, ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിസ്പ്ലേ ആണ് അല്ലേ. നമ്മൾ കണ്ടിരിക്കുന്ന ഡിസ്പ്ലേ എന്താണ്? LCD ഡിസ്പ്ലേ ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിസ്പ്ലേ ആയതുകൊണ്ട് എല്ലാ റീഡിങ്സും എന്തായിരിക്കും? ആക്യുറേറ്റ് ആയിരിക്കും. ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിസ്പ്ലേ, ഇലക്ട്രോണിക്കലി മോണിറ്ററിംഗ് ഡിസ്പ്ലേ ആണ് അല്ലേ. ഒബ്വിയസ്ലി സാധാരണ ഡിസ്പ്ലേ എന്ന് പറയുന്നതാണ്. ഓക്കെ, നമ്മുടെ വാച്ചിൻ്റെ ഡിസ്പ്ലേ, നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ, ഇതൊക്കെ എന്താണ്? EMD ആണ്. ഓക്കെ, ആൻഡ് സിൻസ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക്കലി മോണിറ്റേർഡ് ഡിസ്പ്ലേ ആണ് അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്താണ് റീഡിങ് എടുക്കുന്ന അല്ലേ, എന്താണ് അനലോഗ് വാല്യൂസ് ആണെങ്കിലോ നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടി വരും അല്ലേ. ഇതിപ്പോൾ ഇലക്ട്രോണിക്കലി അവർ കാണിക്കും, ഡിജിറ്റൽ കറക്റ്റ് കാണിക്കും, അതുകൊണ്ട് തന്നെ ആക്യുറസി അല്ല റീഡിങ് എറർ ഉണ്ടാവില്ല. ഓക്കെ, സിൻസ് ഡിസ്പ്ലേസ് ആർ EMD, ഇലക്ട്രോണിക്കലി മോണിറ്റേർഡ് എന്താണ് ഡിസ്പ്ലേസ് ആണ്, അതായത് ഡിജിറ്റായിട്ടാണ് എല്ലാ വാല്യൂസ് ഉണ്ടാവുക. സോ ദർ ഈസ് നോ റീഡിങ് എറേഴ്സ്. ക്ലിയർ ആണോ? ഇത്തരത്തിലുള്ള ഒരു എറേഴ്സും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, നമുക്ക് ഉണ്ടാവില്ല. യെസ്, ഇൻ ടോട്ടൽ സെഷൻ. ക്ലിയർ? യെസ്. സോ ഇത്രയും പോയിന്റ്സുകളാണ് നമുക്ക് ടോട്ടൽ സെഷനിൽ കൂടുതലായിട്ടും പറയാനുള്ളത്. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ടോട്ടൽ സെഷൻ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഗിവ്സ് മെഷർമെന്റ്സ് ലൈക്ക് ഏതൊക്കെ മെഷർമെന്റ്സ് ആണ് തരുന്നത്? യെസ്, പറയൂ. ഇറ്റ് ഗിവ്സ് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ആംഗിൾ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾ ആണ്. അവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ മെഷർമെന്റ്സിലേക്കും മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇഫ് യു ഹാവ് സം ഇൻക്ലൈൻ ഡിസ്റ്റൻസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ, യു ക്യാൻ ഫൈൻഡ് ഔട്ട് എനി ഡിസ്റ്റൻസ് യു വാണ്ട്. ക്ലിയർ? ആൻഡ് അറിഞ്ഞിരിക്കുക, നമ്മളിപ്പോൾ ടോട്ടൽ സ്റ്റേഷനെ റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ എന്നും പറയാറുണ്ട് അല്ലേ. എല്ലാ ടൈപ്പ് കറക്ഷൻസും അത് ഒറ്റയ്ക്ക് ചെയ്തോളും. ഓട്ടോ കറക്റ്റബിൾ ആണ് ഓൾ കറക്ഷൻസ്. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിസ്പ്ലേ ആണ്, അതായത് ഡിജിറ്റ്സ് ആയിട്ടാണ് എല്ലാം എന്താണ് ഇലക്ട്രോണിക്കലി റെപ്രസെൻറ്റ്, ഡാറ്റാസ് എല്ലാം എന്താണ് ഇലക്ട്രോണിക്കലി റെപ്രസെൻറ്റഡ് ആണ്. നമുക്ക് റീഡിങ്ങിലൊന്നും എന്തുണ്ടാവില്ല, നമുക്ക് എറർ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ എന്താണ് വളരെ കുറവാണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമുക്ക് ടോട്ടൽ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം, അപ്പോഴേ നമുക്കിതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, താങ്ക് യു.